ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഹെയർ 3 പേരുടേതാണ്. 3-ൽ 2 പേർക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനും, ഒരാൾക്ക് നാനോപ്ലാസ്റ്റിയും, പിന്നെ നമ്മൾ ഒരു ലെയർ ഹെയർ എക്സ്റ്റൻഷനും കൂടെ ചെയ്തിട്ടുണ്ട്. റിംഗ് എക്സ്റ്റൻഷനാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഹെയർ നല്ല കേൾസുള്ള ഹെയറാണ്, ഡ്രൈനസ്സും ഉള്ള ഹെയറാണ്. നമ്മൾ ഒരുപാട് ലെങ്ത് കുറയ്ക്കാതാണ് ചെയ്തിരിക്കുന്നത്. അത് അഴിച്ചിട്ടൊന്നും നടക്കത്തില്ല, കെട്ടി വെക്കത്തുള്ളൂ. അപ്പോൾ കെട്ടി വെക്കത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ക്രൗൺ ഏരിയ അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഷോർട്ടാക്കിയില്ല. രണ്ടാമത്തെ ഹെയർ നല്ല കേൾസുള്ള ഹെയറാണ്. അപ്പം ഡ്രൈനസ്സും ഉള്ള ഹെന്നയൊക്കെ ചെയ്ത് ഇപ്പോഴല്ല, ഒരു 6 മാസത്തിന് മുൻപ് വരെ ഹെന്ന ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് 6 മാസം മുതൽ കുട്ടി ഹെന്ന ചെയ്യാതെ വെയിറ്റിങ്ങിലായിരുന്നു. കാരണം അതല്ലേ, ഹെന്ന ചെയ്ത് കഴിയുമ്പം നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് കിട്ടത്തില്ല. നല്ല ആയിട്ട് നമ്മുടെ ഹെയറിന് ഒരു ഷൈനിങ് കിട്ടത്തില്ല. അതല്ലേ, കുറേ വാഷിങ് കഴിഞ്ഞതിന് ശേഷമേ ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ ഹെന്നയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പം ഒരാഴ്ചയ്ക്കോ 2 ആഴ്ചയ്ക്കോ മുമ്പൊക്കെ ഹെന്ന ചെയ്യുന്നവരാണെങ്കിൽ കഴിവതും പെർമനൻറ്റും ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യരുത്. അപ്പോൾ ഈ കുട്ടി 6 മാസം ആയിരുന്നു വന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കിട്ടി. ഹെയർ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടി. അഴിച്ചിട്ടുണ്ടാക്കുകയും ചെയ്യാം, ഇനിയും കെട്ടിയും വെക്കാം. മൂന്നാമത്തെ ഹെയർ 1.5 വർഷത്തിൽ കൂടുതലായി നമ്മുടെ അടുത്ത് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തതാണ്. ഇപ്പം രണ്ടാമത് വന്നപ്പം നാനോപ്ലാസ്റ്റിയാണ് ചെയ്ത റൂട്ടിൽ. അതുപോലെ മൂന്നാമത് വന്നപ്പോൾ ചെയ്തിരിക്കുന്നത് നാനോപ്ലാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഹെയറിനകത്ത് ഒരു ലെയർ മാത്രമേ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ ഒരു ലെയർ മാത്രം ഹെയർ എക്സ്റ്റൻഷൻ ചെയ്താൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. ഡാൻഡ്രഫോ അങ്ങനെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് നന്നായിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്യുവോ അല്ലെങ്കിൽ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ലെയർ. ഒന്നിൽ കൂടുതലാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ബ്രഷ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതാണെങ്കിൽ അതിനെല്ലാം പറ്റും, ഒരു കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് ഒരു ലെയർ മാത്രമേ വെച്ചിട്ടുള്ളൂ. അതുപോലെ വെച്ചിട്ട് പോയിട്ടുള്ളവരെല്ലാം നല്ല അഭിപ്രായം തന്നെയായിരുന്നു. അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാവരും ഹാപ്പിയാണ്. നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. പിന്നെ അതുപോലെ എൻ്റെ ഹെയർ ഞാൻ നന്നായിട്ട് ഷോർട്ടാക്കിയിട്ടുണ്ട്. പടിപടിയായിട്ടാണ് ഷോർട്ടാക്കിയത്. കാരണം ഒരു വർഷം ആയി എനിക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടായിരുന്നു, നല്ല കുറവ്. അപ്പം നന്നായിട്ട് ഹെയർ കൊഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ നന്നായിട്ട് ഹെയർ കൊഴിയുന്നത് കാരണം പോയി ചെക്ക് ചെയ്തപ്പം വൈറ്റമിൻ ഡി ഒരു 10 താഴെ, 10 തീരെ കുറവായിരുന്നു എനിക്ക്. അപ്പോൾ അത് കാരണം പിന്നെ നന്നായിട്ട് കൊഴിഞ്ഞിട്ടുണ്ട്. ആ കൊഴിഞ്ഞ ഹെയറെല്ലാം പിന്നെ നന്നായിട്ട് കിളിർത്ത് വന്നതല്ല, ഈ ഷോൾഡറിൻ്റെ ഇവിടം വരെ ആയിട്ടുള്ളായിരുന്നു. ഷോൾഡറിന് ഇച്ചിരി താഴെ വരെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പടിപടിയായിട്ട് അതിൻ്റെ ലെയർ കുറച്ചത്. ആദ്യം എൻ്റെ കൈമുട്ട് വരെ കുറച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രാ ലെവൽ വരെ ഇപ്പം നന്നായിട്ട് ഷോർട്ടാക്കി. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ ഷോർട്ടാക്കുന്നത്, ഇനി ഇത് കുറയ്ക്കത്തില്ല ഞാൻ. അപ്പം ഇനിയും അപ്പോൾ ആ കിളിർത്ത് വന്ന ഹെയറെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഇതുപോലെ ഫെദർ കട്ട് ചെയ്തിട്ടേക്കുന്നുണ്ട്. നല്ല തിക്നെസ്സായി എൻ്റെ ഹെയറിന്. ഇനി കിളിർത്ത് വരുമ്പോൾ നല്ല തിക്കായിട്ടായിരിക്കും കിളിർത്തിറങ്ങുന്നത്. അതുകൊണ്ട് ഇത്രയും നന്നായിട്ട് ഷോർട്ടാക്കിയത്. ലെങ്ത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് തിന്നായിട്ടിരിക്കും നമ്മുടെ ഹെയർ. അപ്പം ഷോർട്ടാക്കുമ്പോൾ നല്ല തിക്കായിട്ട് കിടക്കും. അതുകൊണ്ടാണ് ഒന്ന് ഷോർട്ടാക്കി നോക്കിയത്. അപ്പോൾ നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. നല്ല കേൾസുള്ള ഹെയറാണ്, ഡ്രൈനസ്സും ഉണ്ട് ഹെയറിന്. അപ്പോൾ ഈ ഹെയറിനകത്ത് നമ്മൾ ഒരുപാട് ലെങ്ത് കുറച്ചിട്ടില്ല, ലെങ്ത് ഒരുപാട് കുറയ്ക്കാതെ ഉള്ള ലെങ്ത് നിർത്തിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അഴിച്ചിട്ടുണ്ട് നടക്കത്തില്ല, എപ്പോഴും കെട്ടി വെക്കുന്ന രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലാണ് ഹെയർ ചെയ്തിരിക്കുന്നത്. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി. ലെങ്തും ഉണ്ട്, നല്ല ലെങ്തും ഉണ്ട്, നല്ല തിക്നെസ്സും ഉണ്ട് ഹെയറിന്. ഇതിനി 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് റൂട്ട് ടച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കേൾസ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നാനോപ്ലാസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നാനോപ്ലാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എൻ്റെ ഭാഗം കേൾസാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഓരോ വാഷ് കഴിയും തോറും പിന്നെ അല്ലെങ്കിൽ അത് കേൾസാക്കാൻ പറ്റും. ഇത് രണ്ടാമത്തെ ഹെയർ ഹെന്നയൊക്കെ ചെയ്യുന്ന ഹെയറായിരുന്നു. ഹെന്നയുടെ അത് കളർ ഇപ്പം തന്നെ കാണാം നമുക്ക്. നന്നായിട്ട് ഹെന്നയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ 6 മാസമായിട്ട് കുട്ടി ഹെന്നയൊക്കെ ചെയ്യാതെ നിർത്തി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഇത് ഒരുപാട് ലെങ്ത് കുറയ്ക്കാതാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഡ്രൈനെസ് ഉള്ള ഹെയറായത്. ലെങ്ത് ഒരുപാട് കുറയ്ക്കാതെ നമ്മൾ എടുത്തിരിക്കുന്നത്. അഴിച്ചിടുകയും ചെയ്യാം, കെട്ടിയും വെക്കാം. ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ക്രീമൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ കെരാറ്റിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഹെയർ ആയിട്ട് തന്നെ കിട്ടി. ആ ഡ്രൈനെസ് ഒക്കെ മാറി. 3 മാസത്തിൽ കൂടുതലായിട്ടുണ്ട് ഹെന്ന ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നല്ല ഷൈനിങ് ആയിരിക്കും ചെയ്ത് കഴിയുമ്പോൾ. അതല്ല 3 മാസത്തിന് ഇപ്പുറം 1 മാസമോ 2 ആഴ്ചയൊക്കെ ആയ ഹെയർ ആണെങ്കിൽ നല്ല ഡ്രൈനെസ് ആയിരിക്കും ഹെയറിന്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഭംഗിയും കിട്ടത്തില്ല ആ ഹെയറിന്. എന്നാൽ സ്ട്രെയിറ്റ് ആവും, നല്ല സ്ട്രെയിറ്റ് ആയിട്ടല്ല, നല്ല കേൾസും അതും കിട്ടത്തില്ല. ഒരുമാതിരി നമുക്കങ്ങോട്ട് ഒത്തിരി ഇഷ്ടപ്പെടത്തില്ല ഹെയർ. ബാക്കിയുള്ള ആ ഷൈനിങ്ങും ഒക്കെ അതൊരു 5-6 വാഷ് കഴിയുമ്പോഴത്തേക്ക് അത് ഓക്കെ ആവും, നല്ല ഹെയർ ആവും. കാരണം പലരും 2 ആഴ്ചയൊക്കെ ആയിട്ടുള്ളവർ ചെയ്തിട്ട് പോയിട്ടുള്ളവരും പിന്നെ കുറേ വാഷ് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നെന്ന് പറയാറുണ്ട്. ഇതാണ് 3ാമത്തെ ഹെയർ. 1 വർഷത്തിൽ കൂടുതലായതാ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തത്. അപ്പോൾ അന്ന് ഹെയർ തീരെ ഷോർട്ടായിരുന്നു. ഹെയർ നല്ല കേൾസും ഉള്ള ഹെയർ, ഷോൾഡറിനും തൊട്ട് മുകളിലോട്ട് അത്രയ്ക്കും തീരെ ഷോർട്ടായിരുന്നു ഹെയർ. അപ്പോൾ ഹെയറിന് ഇപ്പോൾ ഇത്രയും ലെങ്തും വെച്ച് നല്ല വെച്ചാൽ സ്കാൽപ്പിൽ നിന്ന് നന്നായിട്ട് കിളിർത്ത് വന്നിട്ടുമുണ്ട് ഹെയർ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് കളയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലെങ്ത് കളയണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു ലെയർ മാത്രം ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തത്. അത് നാനോപ്ലാസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ ഹെയർ പൊട്ടിപ്പോകത്തതുമില്ല, ഇങ്ങനെ ഉടക്ക് പിടിക്കത്തൊന്നുമില്ല ഹെയറിന്. അപ്പോൾ ഈ വെച്ചിരിക്കുന്ന ഹെയറും ഒറിജിനൽ ഹെയർ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒറിജിനൽ ഹെയർ ആയതുകൊണ്ട് നമുക്ക് ഉടക്ക് പിടിക്കാതെ നല്ലതായിട്ട് തന്നെ ഇരിക്കും ഹെയർ. അപ്പോൾ ഇത് അഴിച്ചിട്ടാലും ഇപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് ചെറിയ ക്ലിപ്പ് എടുത്ത് കുത്തിയാലും ഒന്നും അറിയത്തുമില്ല, ആ രീതിയിൽ കിട്ടും. അപ്പം ഈ ഒറ്റ ലെയർ മാത്രം വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡാൻഡ്രഫൊക്കെ പിടിച്ചാലും നമുക്കത് നന്നായിട്ട് ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും ഓയിൽ അപ്ലൈ ചെയ്യാനും നന്നായിട്ട് വാഷ് ചെയ്യാനും ഒക്കെ പറ്റും. 3.5 മാസം കഴിയുമ്പോഴത്തേക്കൊക്കെ ഇത് താഴോട്ട് ഇറങ്ങി വരും. ആ സമയത്ത് ഒന്ന് റൂട്ട് ടച്ച്, നാനോപ്ലാസ്റ്റ് തന്നെ റൂട്ട് ടച്ച് കൊടുത്തിട്ട് ഇത് മുകളിലോട്ട് കയറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്ക് വെച്ച് മുകളിലോട്ട് ആക്കുന്നതിലും നാനോപ്ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതപ്പം മുകളിലോട്ട് കയറ്റി വെക്കാം. കാരണം ഒരുപാട് കേൾസായിട്ട് നമുക്ക് കിളിർത്ത് വരുത്തതുമില്ല ഹെയർ നാനോപ്ലാസ്റ്റ് ചെയ്യുമ്പോൾ. ഞാനത് കാണത്തേ ഇല്ല, അറിയത്തതുമില്ല, റിങ് ഇരിക്കുന്ന അറിയത്തില്ല. ഇപ്പം ഏകദേശം 3.5 മാസമൊക്കെ ആയതും റിങ് താഴോട്ട് ഇറങ്ങി വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒത്തിരി താഴോട്ട് വരുവാണെങ്കിൽ നമുക്കത് മുകളിലേക്ക് കയറ്റി കൊടുക്കാവുന്നതാണ്. ആ മുകളിലേക്ക് കയറ്റി കൊടുക്കുന്ന സമയത്ത്, അത് ഇളക്കുന്ന സമയത്ത് നമ്മളൊരു ഹെയർ സ്പായോ ഹെയർ പ്രോട്ടീനോ കൂടെ ചെയ്താൽ മതി. ചെയ്തുകൊണ്ട് അത് മുകളിലോട്ട് തന്നെ കൊടുക്കാം. വളരെ കുറച്ച് സമയം മതി ഇത് നമുക്ക് ഊരിയെടുത്തിട്ട് വീണ്ടും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈസിയാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരമുട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലും. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.